അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഒരു ടെമ്പിൾ ഡേറ്റിന് പോവുക. ഒറ്റയ്ക്ക് പോകുന്നതിന് ടെമ്പിൾ ഡേറ്റ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബസ്സൊക്കെ കയറിയാണ് പോകുന്നത് കേട്ടോ. കാരണം എൻ്റെ റൂമിൽ ആരുമില്ല. കുറേ ദിവസമായിട്ട് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു. നമ്മളിതാ അങ്ങനെ അമ്പലത്തിലെത്തി കേട്ടോ. തൊട്ടടുത്ത് തന്നെ നിളയുടെ തീരം. നല്ല രസമാട്ടോ. നല്ല ഭംഗിയാണ്. കാരണം നമുക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് പോയിരിക്കാം സമാധാനത്തിന്. പിന്നെ ഇവിടെ ഗോശാലയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊരു അമ്പലത്തിൽ ഗോശാലയൊക്കെ കാണുന്നത്. എൻ്റെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, വയനാട്ടിൽ. അങ്ങനെ നല്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ. അപ്പോൾ ഞാൻ പോയിരിക്കുന്ന അമ്പലം പാങ്ങാവ് ശിവക്ഷേത്രമാണ് കേട്ടോ, ചെറുതുരുത്തിയിലുള്ള. അതായത് പാലത്തിൻ്റെ ഷൊർണൂർ പാലത്തിൻ്റെ അടുത്തുള്ള. അങ്ങനെ അമ്പലത്തിൽ എന്താ പോയി നേരം കുറേ നേരം പ്രാർത്ഥിച്ച്. ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. നമ്മൾ പക്ഷേ എല്ലാ വിഗ്രഹത്തിൻ്റെയും മുന്നിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ. അങ്ങനെ ചുറ്റമ്പലത്തിൽ കൂടെയൊക്കെ നടന്ന് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീളേൻ്റെ ആ ഒരു സൈഡിൽ ഒരു ആൽത്തറേൻ്റെ അവിടെ പോയി ഞാനിങ്ങനെ ഇരുന്നിട്ടൊരു ശിവൻ്റെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പോണ പാലവും അപ്പുറ സൈഡിലേക്ക് നോക്കുമ്പോൾ റെയിൽവേ പാളമാണ് കേട്ടോ കാണുന്നത്. മറ്റേ അട്ട പോണ പോലെ കണ്ടില്ലേ, ട്രെയിൻ കുഞ്ഞായിട്ട് പോകുന്ന ദൂരെ നിന്ന്. പിന്നെ നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് നല്ല ദോശയൊക്കെ ഓർഡർ ചെയ്തു. അമ്പലങ്ങളൊക്കെ പോയിട്ട് വരുമ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കഴിക്കുന്ന ഫീല് വേറെ ഫീലാട്ടോ. അത് പിന്നെ നോൺ വെജ് ഒന്നും കഴിക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ നല്ല സൂപ്പർ ദോശയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നു.